അപൂർവ രോഗം ബാധിച്ച കുട്ടികളുടെ അമ്മയ്ക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലി നിഷേധിക്കുന്നതായി പരാതി. കോട്ടയം ജില്ലയിലെ കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെച്ച ജോലിക്കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. കുട്ടികളുടെ ചികിത്സയ്ക്കും സഹായം ലഭിക്കുന്നില്ല. കടുത്ത പ്രതിസന്ധിയാണ് 3 കുട്ടികളടങ്ങുന്ന കുടുംബം നേരിടുന്നത്. കോട്ടയം കൊഴുവനാൽ സ്വദേശികളായ മനു സ്മിത ദമ്പതികളുടെ 3 മക്കളിൽ 2 കുട്ടികൾക്കാണ് കൺജനിറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലാസിയയുടെ ഗുരുതര രൂപമായ സോൾട്ട് വേസ്റ്റിംഗ് കൺജനിറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലാസിയ എന്ന അപൂർവ രോഗമുള്ളത്. ഇതിനൊപ്പം മൂത്ത മകന് സിവിയർ ഓട്ടിസവുമുണ്ട്. ഇവരുടെ പരിപാലനത്തിനും ചികിത്സയ്ക്കുമായി വളരെയധികം ബുദ്ധിമുട്ടുകയാണ് കുടുംബം. എന്നാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇത് അപൂർവ രോഗപ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും വേണ്ട നിർദ്ദേശം നൽകുകയും വേണ്ട സഹായങ്ങൾ സർക്കാരിനോട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നാളിതുവരെ ഒരു സഹായവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കൂടാതെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ സഹോദരങ്ങൾ, ഒരാൾ അച്ഛനുണ്ട്, ഒരാൾ സിസ്റ്ററുണ്ട്, എൻ്റെ മൂത്ത സഹോദരന് സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയുണ്ട്. എന്നാൽ 3.5 വർഷമായി ഈ ഇളയ കൊച്ച് സാന്റിനോ ജോസഫ് ഉണ്ടായിട്ട് ഇന്നേ വരെ ഇവരാരും ഈ കൊച്ചിനെ വന്ന് കാണുകയോ കൊച്ചിൻ്റെ കാര്യങ്ങളൊന്നും ആരും നോക്കിയിട്ട് പോലുമില്ല. ഡൽഹിയിൽ നഴ്സായിരുന്നു മനു സ്മിതയും. നാട്ടിലെത്തി മകൻ ജനിച്ച ശേഷം ഇരുവർക്കും ജോലി പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വന്നു. സ്മിതയ്ക്ക് ജോലി നൽകുവാൻ 2022 നവംബർ 11 കൊഴുവനാൽ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചെങ്കിലും അത് ഫയലിൽ കുടുങ്ങി. മന്ത്രിതലത്തിൽ ബന്ധപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. നമ്മുടെ ഈ കുട്ടികളുടെ ഈ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചർ ഇവിടെ വന്ന് കുട്ടികളെ വന്ന് സന്ദർശിച്ചു. 2 വർഷത്തോളമായി. വന്ന സമയത്ത് ജോലിയുടെ കാര്യം ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഒരു ജോലി നൽകാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വന്നിട്ട് പോയിട്ട് ഇപ്പം 2 വർഷം കഴിഞ്ഞു. ഇതുവരെയായിട്ടും അതിന് യാതൊരുവിധ നടപടികളോ ഒന്നും ഉണ്ടായിട്ടില്ല. ജോലിക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്തുകൊണ്ട് കത്ത് സർക്കാരിലേക്ക് അയക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ 1 വർഷവും 2 മാസവുമായിട്ട് ഇതിന് യാതൊരു വിധത്തിലുള്ള നടപടിയും ആയിട്ടില്ല. സ്വന്തമായി വരുമാനമില്ലാതെ മുന്നോട്ടു പോകാനാവുന്നില്ല. കുടുംബം ഒന്നടങ്കം ദയാവധത്തിന് അനുമതി തേടി നീതിപീഠത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. മക്കളുടെ രോഗാവസ്ഥയിൽ പകച്ചു നിൽക്കുകയാണ് മനുവും സ്മിതയും. സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന വാക്കുപാലിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഇവർ ഓരോ നിമിഷങ്ങളും തള്ളി നിൽക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.